അപ്പോൾ മാർത്ത പറഞ്ഞു, 100,000 would mean a great deal to us, Robert. If you don't find a position soon, John will have to support us. ഈ 100,000 നമുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജോണിന് നമ്മെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ജോൺ പറയുകയാണ്, ഓൺ $30 എ വീക്ക് ഡാഡ്, ദാറ്റ് വോണ്ട് ഗോ വെരി ഫാർ. കേവലം $30 കൊണ്ട് നമ്മുടെ ഫാമിലിയെ എനിക്കെന്താവില്ല, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ കഴിയില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല എന്നാണ് ജോൺ പറയുന്നത്. മാർത്ത പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഫെയർ ടു ജോൺ. ജോണിന് അവൻ്റെ ആ ഒരു കുറഞ്ഞ ശമ്പളം കൊണ്ട് നമ്മുടെ വീട്ടുകാര്യങ്ങൾ ചിലവുകൾ നോക്കി നടത്താൻ കഴിയില്ല എന്നാണ് മാർത്ത പറയുന്നത്. അപ്പോൾ ജോൺ പറഞ്ഞു, ഹോ ഡോണ്ട് ബോദർ അബൌട്ട് മീ. എന്നെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ലുക്ക് ഹിയർ ഗവർണർ, യു ഹാവ് സെഡ് നത്തിങ് ടു ദ പേപ്പേഴ്സ്. If you say nothing more tomorrow, what does it amount to? But sticking to your friend, it's the square thing to do. He would do as much for you. ഇവിടെ ജോണു പറയാണ്, നിങ്ങൾ പത്രക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല, നാളെയും നിങ്ങൾ അതേമാതിരി പറയാതെ നിൽക്കുകയാണെങ്കിൽ, കോർട്ടിലൊന്നും പറയാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ സുഹൃത്തിനെ രക്ഷിക്കുകയും ചെയ്യാം, അദ്ദേഹം ഒരുപാട് നമ്മെ ഇനിയും സഹായിക്കും എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പറയുന്നത്. ബാൽവിൻ എല്ലാവരിലേക്കും മാറി മാറി നോക്കി, എന്നിട്ട് പറഞ്ഞു, യു വാണ്ട് മീ ടു ടേക്ക് ദിസ് മണി? ഈ ക്യാഷ് ഞാൻ കൈപ്പറ്റണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവിടെ നിന്നും ഒരു മറുപടിയും വന്നില്ല. റീപ്ലൈ ഒന്നും വരാത്തപ്പോൾ ബാൽവിൻ പറഞ്ഞു, സേ യെസ് വൺ ഓഫ് യു. നിങ്ങളിൽ ആരെങ്കിലും യെസ് എന്ന് പറയൂ. അപ്പോഴും ഒരു മറുപടിയും ഇല്ല. അപ്പോൾ ഓർ നോ, എ ലോങ് പൗസ് ഫൈനലി. അല്ലെങ്കിൽ നോ എന്ന് പറയൂ. യെസ്സും പറയുന്നില്ല നിങ്ങളാരും, നോയും പറയുന്നില്ല. അപ്പോഴും അവിടെ സൈലൻസ് മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. കൺക്ലൂഷൻ എന്ന നിലക്ക് ബാൽവിൻ പറഞ്ഞു, ഐ കുഡിൻ ഗോ ഇൻ ടു പാർട്ട്ണർഷിപ്പ് വിത്ത് ഗ്രേഷാം. ഗ്രേഷാമുമായിട്ട് എനിക്ക് പാർട്ട്ണർഷിപ്പിന് കഴിയില്ല. അപ്പോൾ മാർത്ത ചോദിച്ചു, വൈ നോട്ട്? എന്തുകൊണ്ട് കഴിയില്ല? ബാൽവിൻ പറഞ്ഞു, പീപ്പിൾ വുഡിൻ ട്രസ്റ്റ് ഹിം. ഇനി ജനങ്ങൾ അവനെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കൂല, അവനുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ജനങ്ങൾ വരൂല. അപ്പോൾ ജോണ് പറയാണ്, ദെൻ യു കുഡ് ഗോ ഇൻ ടു ബിസിനസ് വിത്ത് സംവൺ എൽസ് ഡാഡ്. 100,000 ഈസ് എ ലോട്ട് ഓഫ് മണി. ജോണ് പറയാണ്, ഓക്കെ, ജനങ്ങൾ അങ്ങനെയൊക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം നൽകുന്ന ഈ $100,000 അത് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയൊരു ബിസിനസ് തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം. ബാൽവിൻ ജനലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വന്നു, എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കി. ഗോഡ് നോസ്, ഐ നെവർ തോട്ട് ദിസ് ഡേ വുഡ് കം. ദൈവത്തിനറിയാം, ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. I know no matter how you try to excuse it. നിങ്ങൾ ഈ ഒഴിഞ്ഞു മാറുന്ന എക്സ്ക്യൂസ് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയാം. I know that if I take this money, I do a dishonorable thing. ആ പണം ഞാൻ കൈപ്പറ്റിയാൽ ഒരു തെറ്റിന് ഞാൻ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ മനസാക്ഷി അത് വാങ്ങാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം.
ആൻഡ് യു നോ ഇറ്റ്, നിനക്കും അതറിയാം. യു ആൻഡ് യു ആൻഡ് യു. ഇവിടെ 3 പേരാണുള്ളത്. അവരെ 3 പേരെയും ഉദ്ദേശിച്ചാണ് വീണ്ടും വീണ്ടും അങ്ങനെ പറയും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആൾ ഓഫ് യു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇത് കേട്ടപ്പോൾ ജോണ് പറഞ്ഞു, നോബഡി വിൽ എവർ ഹിയർ ഓഫ് ഇറ്റ്. ഇതാരും കേട്ടിട്ടില്ലല്ലോ. ഇത് കേട്ട ബാൽവിൻ പറഞ്ഞു, ബട്ട് എമംഗസ്റ്റ് ourselves, John, whatever we are to the world, let us be honest with each other. The 4 of us well. ലോകം എങ്ങനെയായാലും നമുക്ക് 4 പേർക്കും സത്യസന്ധരായിട്ട് നിലനിൽക്കാം. അതിനുശേഷം അദ്ദേഹം തൻ്റെ നോട്ടം ജോണിലേക്കും എവിയിലേക്കും പിന്നീട് തൻ്റെ ഭാര്യയുടെ അടുത്തേക്കും നീങ്ങി. ഭാര്യ തുന്നുന്നതിൽ വ്യാപൃതയായിരുന്നു. ഹി റൈസ് മാർത്താസ് ഹെഡ്. അദ്ദേഹം മാർത്തയുടെ തല ഉയർത്തി. ലുക്ക് ഇൻ ടു ഹെർ ഐസ്. അവളുടെ കണ്ണിലേക്ക് നോക്കി. ടംസ്, ലയേഴ്സ്, hypocritic, thieves, and I know better than any of you. We have seen our soul naked, and they sting to Almighty Heaven. Well, why don't you answer me? ഇവിടെ അദ്ദേഹത്തിൻ്റെ മനപ്രയാസം അദ്ദേഹം സ്വന്തം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ സ്വന്തത്തെ അദ്ദേഹം നുണയന്മാർ, കപടവിശ്വാസികൾ, കള്ളന്മാർ, അവരിൽ നിന്നൊന്നും വ്യത്യസ്തനല്ല ഞാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് സ്വന്തം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൈ ഡോണ്ട് യു ആൻസർ മീ? എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ആൻസർ നൽകാത്തത്? അപ്പോൾ മാർത്ത പറഞ്ഞു, ഇറ്റ്സ് നോട്ട് റോങ് റോബോട്ട്. അത് തെറ്റല്ല റോബോട്ട്, ആ പണം സ്വീകരിക്കാം. ഉടനെ തന്നെ ബാൽവിൻ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് റൈറ്റ്. അത് ശരിയല്ല, ആ പണം സ്വീകരിക്കാൻ പറ്റൂല. അപ്പം ജോൺ പറഞ്ഞു, 100,000 ഈസ് എ ലോട്ട് ഓഫ് മണി ഡാഡ്. 100,000 എന്നുള്ളത് വളരെ മൂല്യമുള്ള പണമാണ് അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ ബാൽവിൻ പറഞ്ഞു, യു ക്യാൻ ലുക്ക് ഇൻ ടു മൈ ഐസ് നൗ മൈ സൺ, കുഡിൻറ്റ് യു? എനിക്കെൻ്റെ കണ്ണിലേക്ക് നോക്കാൻ കഴിയോ? ജോണിനെ വിളിച്ച് ചോദിക്കുക. അപ്പോൾ ജോൺ ചോദിച്ചു, കുറച്ചങ്ങ് ഒന്നും ചെയ്യാതെ ജോൺ ചോദിക്കുകയാണ്, ഡാഡ് വാട്ട് ഡിഡ് യു റെഫ്യൂസ്? എന്തിനാണ് നിങ്ങളത് നിരസിക്കുന്നത്? വാസൻറ്റ് ഇറ്റ് ബിക്കോസ് യു വേർ അഫ്രൈഡ് ഓഫ് വാട്ട് വി ഹാഡ് സേ? ഇത് ആരോടെങ്കിലും പറയും എന്നുള്ള രീതിയിലാണോ നിങ്ങൾ പേടിക്കുന്നത്? ബാൽവിൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും, യെസ് ജോൺ, അതെ. അപ്പോൾ ജോൺ പറഞ്ഞു, വെൽ നോബഡി വിൽ എവർ നോ ഇറ്റ്. ഇതൊരാളും അറിയില്ല അച്ഛാ, പിന്നെന്തിനാ അങ്ങ് പേടിക്കുന്നത്? അപ്പം ബാൽവിൻ പറഞ്ഞു, എക്സ്പെക്ട് ദ 4 ഓഫ് അസ്. നമ്മൾ 4 തന്നെ അറിഞ്ഞില്ലേ, ഇനി ഇത് അറിയാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കാരണം പ്രത്യേകിച്ച് മാർത്ത, അതേപ്രകാരം അദ്ദേഹത്തിൻ്റെ മകൻ ഇവർ 3 പേരും അറിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി ഇത് പുറം ലോകം അറിയാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല, നമ്മൾ 4 പേരും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ജോൺ, യെസ് ഫാദർ, അതെ നമ്മൾ 4 പേര് മാത്രമേ അറിയൂ എന്നുള്ള രീതിയിൽ ജോണും അങ്ങോട്ട് പ്രതികരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജോൺ ഇവിടെ വിചാരിച്ചത് ജോണിൻ്റെ ആ പ്രയോഗം അച്ഛന് സ്വീകരിച്ചു, അച്ഛൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുക എന്നാണ്. മറിച്ച് അച്ഛൻ കളിയാക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. ജോൺ ലുക്സ് ഔട്ട് ആൻഡ് സേസ്. പുറത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, ജോൺ, സംവൺസ് കമ്മിങ്. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. മാർത്ത അപ്പോൾ തൻ്റെ തല ഉയർത്തി. ഹൂ ഈസ് ഇറ്റ്? ആരാണത്? ജോൺ പറഞ്ഞു, ഐ കാൺട്ട് സേ. എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇറ്റ്സ് ലുക്ക് ലൈക്ക് മാർഷൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നടത്തവും ഇതൊക്കെ കണ്ടിട്ട് മാർഷലാണെന്ന് തോന്നുന്നു.
അപ്പോൾ ബാൽവിൻ പറഞ്ഞു, മാർഷൽ മാർഷൽ ഗോ. അപ്പോൾ ബെല്ലടിച്ചു. അവരുടെ മെയ്ഡ് ഒരു ഭാഗത്തു കൂടെ വന്ന് പുറത്തേക്ക് പോയി. പിന്നീട് മെയ്ഡ് വന്ന് പറയാണ്, എ ജെൻറ്റിൽമാൻ ടു സീ യു സാർ. ഒരാൾ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് സാർ. ബാൽവിൻ പറഞ്ഞു, ഹൂ മീ, ആരാണ് എന്ന് ചോദിച്ചു. മെയ്ഡ് പറഞ്ഞു, യെസ് സാർ എന്ന് പറഞ്ഞിട്ട് അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുത്തു. ഇറ്റ്സ് മാർഷൽ, അത് മാർഷലാണല്ലോ. അപ്പോൾ മാർത്ത ചോദിച്ചു, ദ പ്രസിഡൻറ്റ് ഓഫ് ദ തേർഡ് നാഷണലിൻ്റെ പ്രസിഡൻ്റാണോ? അപ്പോൾ ബാൽവിൻ പറഞ്ഞു, യെസ്. വാട്ട് ഡസ് ഹി വെൻറ്റ് ഹിയർ, എന്തിനാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നത്? മെയ്ഡ് പറഞ്ഞു, ഷാൾ ഐ ഷോ ഹിം ഇൻ സർ, ഞാൻ അദ്ദേഹത്തെ ഉള്ളിലോട്ട് വിളിച്ചോട്ടെ സാറേ എന്ന് ചോദിക്കും. അപ്പോൾ ബാൽവിൻ പറഞ്ഞു, യെസ് ബൈ ആൾ മീൻസ്, ഉള്ളിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ മെയ്ഡ് പുറത്തേക്ക് പോയി. മാർത്ത ബാൽവിൻ്റെ അടുത്തേക്കൊന്ന് പറഞ്ഞു, റോബോട്ട്, ബി കെയർഫുൾ ഓഫ് വാട്ട് യു സേ. നിങ്ങൾ പറയുന്നത് റെഡിക്ക് ശ്രദ്ധിച്ചോട് പറയണം. യു ആർ ടു ഗോ ഓൺ ദ സ്റ്റാൻഡ് ടുമാറോ. നാളെ കോർട്ടിൽ പോവേണ്ട മനുഷ്യനാണ് നിങ്ങൾ, അതുകൊണ്ട് സൂക്ഷിച്ച് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞു. ബാൽവിൻ, യെസ് ഐ വിൽ ലുക്ക് ഔട്ട്, ഞാൻ ശ്രദ്ധിച്ചോളാം എന്നുള്ള രീതിയിൽ ബാൽവിനും പറഞ്ഞു. മെയ്ഡ് വാതിൽ തുറന്നു. മാർഷലിനെയും അയാളുടെ അകമ്പടിയോടുകൂടെ വന്നു. മാർഷൽ വന്നു. ഒരു ചിരിയൊക്കെ അങ്ങ് ചിരിച്ചിട്ട് മാർഷൽ പറഞ്ഞു, വെൽ സ്പെൻഡിങ് ദ ആഫ്റ്റർനൂൺ ഇൻഡോർസ്. ഉച്ച തിരിഞ്ഞ സമയം വീട്ടിൽ ചിലവഴിക്കുകയാണോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഹൗ യു, എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു, സുഖവിവരങ്ങൾ ചോദിച്ചു. ബാൽവിൻ്റെ കൈ പിടിച്ച് കുലുക്കി. അത് ബാൽവിൻ തിരിച്ചങ്ങോട്ടും ചോദിച്ചു, ആൻഡ് യു എന്ന് തിരിച്ചങ്ങോട്ടും ചോദിച്ചു. അപ്പോൾ മാർത്ത പറഞ്ഞു, വി വെയർ ജസ്റ്റ് ഗോയിങ് ഔട്ട്, കം എവിയെ വിളിച്ചിട്ട് മാർത്ത പറഞ്ഞു, ഞങ്ങളെന്നാൽ കുറച്ച് പുറത്തേക്ക് പോകട്ടെ, ഞങ്ങളെന്നാണ് പോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഹസ്ബൻഡിനെ കാണാൻ ഒരാൾ വന്നതല്ലേ, അപ്പോൾ ഇനി അവിടെ നിൽക്കണ്ടെന്ന് കരുതി അവർ പോകാൻ തീരുമാനിച്ചു. അപ്പം മാർഷൽ പറഞ്ഞു, ഹോ നീഡിൻറ്റ് ഗോ ഓൺ മൈ അക്കൗണ്ട്, നിങ്ങൾ പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. യു ക്യാൻ ഹിയർ വാട്ട് ഐ ഹാവ് ടു സേ, ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കണം. അതിനുശേഷം നമ്മുടെ ബാൽവിനെ നേരെ അദ്ദേഹം തിരിഞ്ഞ് പറഞ്ഞു, ബാൽവിൻ, ഇഫ് യു ഫീൽ ലൈക്ക് കമ്മിങ് അറൗണ്ട് ടു ദ തേർഡ് നാഷണൽ sometime this week, you will find a position waiting for you. നിങ്ങളെ തേർഡ് നാഷണലിലേക്ക് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്, നിങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു പോസ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബാൽവിൻ, ഡു യു മീൻ ദാറ്റ് മിസ്റ്റർ മാർഷൽ, നിങ്ങൾ യാഥാർത്ഥ്യം തന്നെയാണോ പറയുന്നത്? അതായത് വെറുതെ പറയാണോ എന്നൊക്കെ പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചു. അത്ഭുതമുണ്ട്, കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു ജോബ് ഓഫർ ലഭിക്കുക എന്നുള്ള അത്ഭുതത്തോടു കൂടെയാണ് ചോദിക്കുന്നത്. മാർഷൽ ചിരിച്ചോണ്ട് പറഞ്ഞു, ഐ വുഡിൻറ്റ് സേ ഇറ്റ് ഇഫ് ഐ ഡോണ്ട്. ഹി കണ്ടിന്യൂസ് മോർ സീരിയസ്ലി, ഐ വാസ് ഇൻ ടു സീ ഗ്രേഷാം ദിസ് ആഫ്റ്റർനൂൺ. ഹി ടോൾഡ് മീ അബൌട്ട് ദ ഓഫർ ഹി ഹാഡ് മെയ്ഡ് യു. അപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫറുമായിട്ട് തന്നെയാണ് വന്നത്, കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഇന്ന് ഉച്ചതിരിഞ്ഞ് ഞാൻ ഗ്രേഷാമിനെ കണ്ടിരുന്നു, അദ്ദേഹം നിങ്ങൾക്ക് നൽകാമെന്നേറ്റ ഓഫറൊക്കെ എന്നോട് പറഞ്ഞു. ബട്ട് ഹി നോ ദാറ്റ് നോ എമൗണ്ട് ഓഫ് മണി വുഡ് മേക്ക് യു ഡു സംതിങ് യു തോട്ട് റോങ്. നിങ്ങൾ തെറ്റാണെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതിൽ എത്ര പൈസ തന്നിട്ടും എത്ര പണം തന്നിട്ടും നിങ്ങൾ അതിൽ തയ്യാറാവുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ബാൽവിൻ, ഹി പെയ്ഡ് യു ദ സുപ്രീം കോംപ്ലിമെൻറ്റ് റദർ ദാൻ ഗോ ടു ട്രയൽ വിത്ത് യു ടു ടെസ്റ്റിഫൈ against him.
ഈ കൺഫ്യൂസ്ഡ്. അദ്ദേഹം നിങ്ങൾ പണമായി പോകുന്നതിന് പകരം അദ്ദേഹത്തിനെതിരെ സാക്ഷി പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാൽവിൻ ഒരു ചെയറിൽ ഇരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, കോൺഫെസ്ഡ്, അദ്ദേഹം കുറ്റസമ്മതമെല്ലാം നടത്തിയോ? മാർഷൽ പറഞ്ഞു, ടോൾ ദ വൈൽഡ് സ്റ്റോറി, എല്ലാം എന്നോട് പറഞ്ഞു. അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്, അതുമായി മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം മാർത്തയോടായി പറഞ്ഞു, ഐ ക്യാൻ ഓൺലി സേ ടു യു വാട്ട് എവർ മെൻ വിൽ ബി സെയിങ് ടുമോറോ. നാളെ എല്ലാ ജനങ്ങളും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഔ ഹൈലി ഐ ഹോണർ ആൻഡ് റെസ്പെക്റ്റ് യുവർ ഹസ്ബൻഡ്. ഔ സിൻസിയർലി, ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിനെ വളരെയധികം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഇത് തന്നെയാണ് നാളെ എല്ലാ ജനങ്ങളും പറയാനിരിക്കുന്നത്. അപ്പോൾ മാർത്ത പറഞ്ഞു, പ്ലീസ് പ്ലീസ്, ക്യാൻ യു സീ ഹീ ഈസ് ക്രൈങ്. നിർത്തി എന്ന് പറഞ്ഞ് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് പറയാണ്, അദ്ദേഹം കരയുന്നത് നിങ്ങൾ കണ്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾ നിർത്തി. ഇതാണ് നമ്മുടെ സ്റ്റോറി. ഈ ഒരു സ്റ്റോറിയിൽ സത്യസന്ധതയെക്കുറിച്ച് ആണ് നമ്മുടെ യഥാർത്ഥ പ്രൊട്ടാഗനിസ്റ്റായ ബാൽവിൻ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം സത്യസന്ധതയിൽ, ഹോണസ്റ്റിയിൽ ഒതുങ്ങിയ ഒരു കുടുംബമായിരുന്നു. പക്ഷേ പണം അവർക്ക് വരുത്തിയ സ്വാധീനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെ പണം സ്വാധീനിച്ചാലും ദൃഢനിശ്ചയ ഉള്ള ആൾക്ക് മാറാൻ കഴിയില്ല എന്ന് അദ്ദേഹം തുറന്നു കാണിക്കുകയാണ്. തുടക്കത്തിൽ ഒരു ലാഭത്തിന് വേണ്ടി തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് സത്യം പറഞ്ഞാൽ വരാനിരിക്കുന്ന വലിയ ഓഫറുകളാണ് എന്നുകൂടി അദ്ദേഹം ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മെ അറിയിക്കുകയാണ്. ഓഥർ യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തെയാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് വരച്ച് കാണിക്കുന്നത്. മനുഷ്യൻ്റെ പണത്തോടുള്ള താല്പര്യത്തെയും അതേപ്രകാരം മനുഷ്യൻ്റെ പണത്തോടുള്ള ആർത്തിയെയുമാണ് നമ്മുടെ ഓഥർ ഈ ഒരു കഥയിലൂടെ നമ്മോട് പറയുന്നത്.